ഫ്രണ്ട്സ്, നമ്മൾ എന്നത്തെയും പോലെ 5ഉം 10ഉം വാക്കുകൾ വെച്ച് നമ്മൾ ഡെയിലി പഠിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമ്മൾ കുറച്ച് കട്ടി കൂടിയ വാക്കുകളാണ്. ചിലതൊക്കെ അറിയാതിരിക്കുക, ചിലത് അറിഞ്ഞുകൂടാത്തവരുണ്ടാവും. അപ്പോൾ നോക്കുക, മനസ്സിലാക്കി വയ്ക്കുക. എഫമറൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യമായാൽ അല്പകാലം മാത്രമേ നിലനിൽക്കൂ. എഫമറൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം സാദൃശ്യമായാൽ അല്പകാലം മാത്രമേ നിലനിൽക്കൂ. ഇതൊരു ജസ്റ്റ് ഡെഫിനിഷൻ പോലെ പറയുന്നതാണ് എല്ലാ വാക്കുകളുടെയും. ലുഗബ്രിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഏറെ ദുഃഖമോ തീക്തതയോ പ്രകടിപ്പിക്കുന്നത്. ലുഗബ്രിയസ് എന്ന് പറഞ്ഞാൽ ഏറെ ദുഃഖമോ തീക്തതയോ പ്രകടിപ്പിക്കുന്നത്. കിക്സോട്ടിക്കിൻ്റെ അർത്ഥം എന്താണ്? കിക്സോട്ടിക് എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ വിരുദ്ധവും ആകർഷണീയവുമായ ആശയങ്ങൾ. കിക്സോട്ടിക്കിൻ്റെ അർത്ഥം എന്താണ്? ജോൺ കിക്സോട്ടിക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? യാഥാർത്ഥ്യ വിരുദ്ധവും ആകർഷണീയവുമായ ആശയങ്ങളെ പറ്റി പറയുന്നതാണ് കിക്സോട്ടിക്. സെസ്ക്യുപ്പിഡിലിയൻ വല്ലാത്തൊരു വാക്കാണ്. സെസ്ക്യുപ്പിഡിലിയൻ അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ്? നീണ്ടതും പ്രായോഗികമല്ലാത്തതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. സെസ്ക്യുപ്പിഡിലിയൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നീണ്ടതും പ്രായോഗികമല്ലാത്തതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അടുത്ത് നോക്കിയാലോ, ഡെഫിനിസ്ട്രേഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വിൻഡോയിലൂടെ ഏതെങ്കിലും സാധനം അല്ലെങ്കിൽ ആളിനെ പുറത്ത് നിക്ഷേപിക്കുന്നതിനെ പറയുന്നവരാണ് ഡെഫിനിസ്ട്രേഷൻ. അതിന് മുമ്പ് പറഞ്ഞ വാക്ക് എന്തായിരുന്നു? സെസ്ക്യുപ്പിഡിലിയൻ. അതിൻ്റെ അർത്ഥം നീണ്ടതും പ്രായോഗികമല്ലാത്തതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നതാണ്. അതിന് മുമ്പത്തെ കിക്സോട്ടിക് യാഥാർത്ഥ്യ വിരുദ്ധവും ആകർഷണീയവുമായ ആശയങ്ങളെപ്പറ്റി പറയുന്നു. ലുഗബ്രിയസ് എന്താണ്? ഏറെ ദുഃഖമോ തിക്തതയോ പ്രകടിപ്പിക്കുന്നതാണ് ലുഗബ്രിയസ് എന്ന് പറഞ്ഞാൽ. എഫമറൽ എന്ന് പറഞ്ഞാൽ സാദൃശ്യമായാൽ അല്പകാലം മാത്രമേ നിലനിൽക്കൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ കുറച്ച് വാക്കുകൾ നല്ലവരെ നോക്കി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി. നമ്മുടെ മനസ്സിൽ വീണ്ടും നമ്മൾ കുറേ വാക്കുകൾ കാണുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ ഹെൽപ്പാവും ഇംഗ്ലീഷ് വാക്കുകൾ പഠിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.